സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തിയത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഗ്രാൻഡ് വേൾഡ് എത്തിയിട്ടുള്ളൂ. ഗൈസ്, നമ്മൾ ഇന്ന് അടിച്ചു വെച്ചാൽ പോണ ഒരു സ്പെഷ്യൽ കാണാം ഗൈസ്. ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ പിടിയിട്ട് എന്തായാലും നമുക്ക് റിയൽ ഷിൻചാൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് വരാം. റിയാൻ ഷിൻചാൻ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ റിയൽ ഷിൻചാൻ പിൻചാനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ പോയി നമ്മുടെ കാർ അടിച്ചു മാറ്റാൻ ലൊക്കേഷൻ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി ചോദിക്കാം ഗൈസ്. അതിന് മുമ്പ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇന്നലെ നമ്മൾ അടിച്ചു മാറ്റിയ കാറ് കാണിച്ചു തരാം. ഇതാണ് ഇന്നലെ നമ്മൾ അടിച്ചു മാറ്റിയ മസ്റ്റാങ്ക്. കണ്ടാണ് കുട്ടപ്പനായിട്ട് ഇറക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ് കാറ്. കാരണം ഇന്നലെ അല്ല മിനിങ്ങാന്ന് വളരെ വലിയൊരു ചേസായിരുന്നു ഗൈസ്. വളരെ എന്ന് വെച്ചാൽ ഭയങ്കര സീൻ ചേസാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേസൊക്കെ കണ്ടേ നല്ല ചേസായിരുന്നു കേട്ടോ. സോ ഗൈസ്, അപ്പം നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഡൊമിങ്കോസിൻ്റെ ഓയ് കണ്ട എൻ്റെ സ്പീഡ് പോണ പോക്ക് കണ്ട ഗൈസ്. ഇവിടെയൊക്കെ ഭയങ്കര സ്ലോ ആണ്. റോട്ടിലേക്ക് ഇറങ്ങിയ പിന്നെ പറന്നാണ് പോകണ കണ്ട. ഇത് ഭയങ്കര സ്പീഡാണ്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് ഭയങ്കര പ്രോ ഡ്രൈവറായി ഗൈസ്. കണ്ട ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ലെവൽ വണ്ടി കാരണം ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പണിയാണ്. പിന്നെ എന്നെപ്പോലത്തെ ഒരു വലിയ സാധനത്തിന് ഇന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നടക്കണേ? സോ ഗൈസ്, നമുക്ക് ഇന്ന് ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ വേറെ വഴി പോകാം. എന്നുവെച്ചൊരു ഷോർട്ട് കട്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ആദ്യം നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ സ്പീഡ് അങ്ങോട്ട് റോക്കറ്റ് പോലെ കൂടും. നമ്മളെന്ത് നേരെ തൊറ്റാൻ അതിൻ്റെ ഡിഫൻഡർ എയർലൈൻസ് ഡിഫൻഡർ എയർലൈൻസ് വഴിയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഡിഫൻഡർ എയർലൈൻസ്. ആർക്കെങ്കിലും ഇതിൽ പോകണമെങ്കിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ ഇങ്ങനെ പറന്ന് പെട്ടെന്ന് എത്തും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ക്രാഷ് ആവുന്നു, പക്ഷേ ഇത് ക്രാഷ് ആവില്ല. കാരണം ഇതാരെ ഓടിക്കണ ഫ്രാങ്കിളി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡൊമിങ്കോസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് നേരെ നമ്മുടെ വണ്ടി കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്തിന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. അല്ലേ, നമ്മുടെ വണ്ടി അങ്ങോട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഇനി ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ഡൊമിങ്കോസിനെ കാണാൻ പോകണം ഗൈസ്. ആ ഡൊമിങ്കോസ് ഇവിടുത്തെ സിമ്പിളിൻ്റെ ആഴം കൂട്ടിയിട്ടില്ല. പിന്നെ ആ സ്റ്റെപ്പിന് കൈവരിയും വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഗൈസ്. ഇന്നും മിക്കവാറും ഞാൻ ഇവിടെ വീണ് ചോരയൊക്കെ ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഇടിച്ച് പൊളിക്കും അവനെ. ഇന്ന് ചോരങ്ങാനും ആയ ഗൈസ്. അല്ലെങ്കിൽ വേണ്ടല്ലേ, നമ്മുടെ കൂട്ടുകാരനല്ലേ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, തലയും കുത്തി വീണ് ഗൈസ്. എന്ത് പറയാനേ, നീ കഷ്ടപ്പെട്ട് എണീറ്റിട്ട് വീണ്ടും കയറണം. ഡൊമിങ്കോസേ, നീ എവിടെയാണ് മോനെ? എന്ന കാര്യം എനിക്ക് മനസ്സിലായി. ആ കാണേണ്ട ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ നമ്മളെ കൺസേൺ സൈറ്റില്ല. കഴിഞ്ഞിട്ട് നീ കൺസേൺ സൈറ്റിൽ പോയപ്പോൾ കിട്ടിയില്ലല്ലേ? അത് കാരണം ഇവിടെ കൺസേൺ സൈറ്റിലുണ്ടാവും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടേക്ക് താഴത്തേക്കാണ് നിൽക്കുന്നത്. ഞാൻ താഴത്തേക്ക് ഇപ്പോൾ വീണ്ടും വീണ് ഗൈസ്. അവിടെ ചോരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അവൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ വണ്ടി കൺസേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അവൻ പറഞ്ഞതിൻ്റെ വൃത്തികെട്ട ചിരി വെച്ചു. അതിൻ്റെ അർത്ഥം സംതിങ് ഇസ് ഫിഷിയാണ് ഗൈസ്. എന്നുവെച്ചാൽ എന്തോ ഒരു റോങ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ വെറുതെ എന്നൊന്നും ചിരിക്കില്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും കൺസേൺ സൈറ്റിലേക്ക് പോകാം. കൺസേൺ സൈറ്റിലേക്ക് പോകാൻ ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോയാൽ മതി ഗൈസ്. കണ്ട പട്ടിയെന്ന് പറഞ്ഞാൽ കൺസേൺ സൈറ്റിലെത്തും. ഈ എന്ത് വലിയ ഷോർട്ട് കട്ടൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാനൊരു വിഷയം തന്നെ ഞാൻ വീണ്ടും സമ്മതിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവനെ അങ്ങോട്ട് തട്ടിയാലോ? ഭയങ്കര ഓവർ സ്പീഡാണ് ഗൈസ്. പുല്ലിക്കൂടെ കയറ്റി ഓടിക്കണേ. ഇവിടെ എനിക്ക് മാത്രം പുല്ലിക്കൂടെ കയറ്റി ഓടിക്കാനുള്ള അനുവാദമുള്ളൂ ഗൈസ്. ഞാനൊരു ചായ കുടിക്കാൻ പോയാണ് ഗൈസ്. എന്ത് പറയാനാ, ഭയങ്കര വിശപ്പായി പോയി. സൈറ്റ് മിക്കവാറും കാറ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ ആയിരിക്കും അല്ലേ. എൻ്റെ കാർ എവിടെ? ഇവിടെ കാറില്ല ഗൈസ്. പിന്നെ ഇതെവിടെയാണ്? സോ ഗൈസ്, നമുക്ക് ഇവിടെയും കൂടി പോയി നോക്കാം. ഇവിടെ ഗുന്തം പോയാൽ കുടത്തിൽ നിന്നപ്പോഴൊന്നല്ല. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി പോയി നോക്കാം ഗൈസ്. സോ ഗൈസ്, നമ്മുടെ കാർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പെരുത്ത കാറ്, മുസ്താങ്ക് കാറ്. സോ ഗൈസ്, നമ്മുടെ കാർ ഇവിടെ ഉണ്ട് ഗൈസ്. നമുക്കിനി പെട്ടെന്ന് പോയി ആ കാറിലേക്ക് വലിഞ്ഞ് കയറാം ഗൈസ്. കണ്ട ഗൈസ്, നമ്മൾ ടെലിപ്പോർട്ടേഷൻ പവറൊക്കെ കിട്ടി. ഈ പവർ എങ്ങനെ കിട്ടിയെന്ന് പറയുമെങ്കിൽ നാളെ കറക്റ്റ് സമയമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നാളെ എപ്പോഴെങ്കിലും അല്ല, നാളെ ഏത് സമയം രാത്രി വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നീ ഇവിടെ ലൈക്കും വേണേൽ ചെയ്ത് വെച്ചോ. എന്തിനാന്ന് വെക്കരുത്, വെറുതെ ഒരു രസത്തിന്. സോ ഗൈസ്, നമുക്കിനി ഇതെടുത്ത് നേരെ വീട്ടിൽ പോകാം ഗൈസ്. നേരെ വീട്ടിൽ പോവാം. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിലായിട്ടും പറയാത്തൊരു കാര്യമാണ് ഗൈസ്. ഞാനില്ലേ ഒരു കാർ അടിച്ച് മാറ്റി കഴിയുമ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്യത്തില്ലേ,
ദൃസാക്ഷികളെല്ലാവരും അങ്ങോട്ട് തട്ടിക്കളയും കേസ്. അത് കാരണമാണ് സത്യം പറഞ്ഞാൽ പോലീസ് തന്നെ കാറടിച്ച് മാറ്റിയിട്ടും പോലീസ് വരും. കാറടിച്ച് മാറ്റിയിട്ട് പോലീസ് വരും എന്നൊക്കെ 1 സ്റ്റാർ കിട്ടുള്ളൂ. ആൾക്കാരെ കൊല്ലുമ്പോൾ 2 അല്ലെങ്കിൽ 3 സ്റ്റാർ കിട്ടും. അത് കാരണമാണ് ശരിക്കും ഇത്രയും വലിയ ചേസൊക്കെ നടക്കാനുള്ള കാരണം കേസ്. സോറി കേസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് അതൊക്കെ അയ്യോ മറച്ചു വെച്ച് ഇപ്പം കാറിൻ്റെ പരിപാടി തീർന്നതന്നെ. ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ചാൽ ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഈ കാർ സേഫായിട്ട് വീട്ടിലെത്തിക്കണം എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യാതെ എന്ന് വെച്ചാൽ തട്ടിയും മുട്ടിയും പൊട്ടിക്കുക തന്നെ. സോ ഗൈസ്, ഇതുവരെയായിട്ട് ആ പോലീസ് വണ്ടിക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ചെയ്തേനെ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞു പറ്റില്ല. അപ്പോൾ വലിയ ചെയ്യുന്നില്ല ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ചെന്നിട്ടില്ലേ നമ്മുടെ വെടിക്കാർ ഇവിടെ അങ്ങോട്ട് മുസ്താങ്ക് കാർ ഇവിടെ അങ്ങോട്ട് നിർത്തും. നമ്മൾ തോക്കെടുത്തിട്ടില്ലേ ഇങ്ങോട്ടൊരു ചാട്ടം അങ്ങോട്ട് ചാടും. സൊനാങ്കും ബൈ സൈക്കോയാ പിന്നെ മുട്ടൻ സൈക്കോ എന്ന് നിങ്ങൾക്ക് അറിയാലേ. പിന്നെ എന്ത് പറയാനാ, നമ്മുടെ ബോംബ് സാധനം എടുക്കും വെടി. ഇതെന്തുട്ടിത്? അത് പോയി, ഞാനും പോയേ. സോ ഗൈസ്, അതൊരു അഭിനയമായിരുന്നു ഗൈസ്. ഞാൻ അയാളെ കൊണ്ട് നൈസായിട്ട് ഓടി വന്നിട്ട് ഈ കാറെടുത്ത് ഗൈസ്. അപ്പം നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാം. ഇപ്പം വണ്ടിയുടെ ഇടപാട് വരുന്നതിന് നമുക്ക് ഇവിടെ ചെന്ന് നേരെ വീണ്ടും പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. കണ്ട ഗൈസ്, ഞാൻ എന്ത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കാൻ നോക്കും ഗൈസ്. എന്ത് പറയാനാണ് ഗൈസ്, ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറായി പോയി. അത് കാരണമാണ് പാർക്ക് ചെയ്യാൻ തന്നെ 1 മണിക്കൂർ എടുക്കണം. പ്രോ ഡ്രൈവേഴ്സ് ടേക്ക് ടൈം, ഇതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പാർക്കുള്ളൂ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്. എന്ത് പറയാനാ. സോ ഗൈസ്, നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി റിയേനെ പിന്നെ അവൻ്റെ പേര് ഷിൻചാൻ. ഇവൻ്റെ പേര് എനിക്ക് എപ്പോഴും മാറിപ്പോകും. ഷിൻചാനും പിൻചാനും എനിക്ക് മാറിപ്പോകും. സോ ഗൈസ്, നമ്മളങ്ങനെ റിയാൻ ഷിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക് പോയത്. ശരി ഫ്രാങ്ക്ലിൻ, ഞങ്ങൾ വരാം. സോ ഗൈസ്, നമ്മളങ്ങനെ റിയാൻ ഷിൻചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കാറിൻ്റെ അവിടെ അവർ പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാറിൻ്റെ ഇവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് ചെല്ലും. ഇത് നമ്മുടെ കാറൊക്കെ കുട്ടപ്പനാണോ നോക്കും ഗൈസ്. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് അവരെ കാത്ത് വെക്കും ഇങ്ങനെ പുറകോട്ട് നിന്നിട്ട്. സോ ഗൈസ്, റിയാൻ ഷിൻചാൻ നമ്മുടെ കാറ് കാണാൻ പറ്റുന്നുണ്ട്. റിയാൻ ഷിൻചാൻ എങ്ങനെയുണ്ട് ഈ കാറ്? കൊള്ളാവോ? എനിക്ക് ഫ്രാങ്ക്ലിൻ ഇത് ഫിഷിങ് കാർ ഒന്നും പറയാനില്ല. അതെ, ഷിൻചാൻ പറഞ്ഞ ശരിയാ ഫ്രാങ്ക്ലിൻ. നമുക്ക് പോവാം. റിയൊക്കെ ഷിൻചാൻ നമ്മുടെ കാർ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളത്തെ സ്പെഷ്യൽ വീഡിയോ കാത്തിട്ട് ടാറ്റാ.